ഹലോ ഹായ്, ഇന്നൊരു അടിപൊളി സോയ ചങ്ക്സ് ട്രൈ ചെയ്താലോ? നമുക്ക് സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചൂട് മാറുമ്പോഴത്തേക്കും നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിക്കൈ ഓടി വന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് വറുത്തെടുക്കാം. സോയാബീൻസ് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും കുഞ്ഞു ബോൾസ് വാങ്ങിക്കാൻ ശ്രമിക്കുക. എന്നാലേ ഇതൊരു ഭംഗി ഉണ്ടാവുള്ളൂ. കുഞ്ഞി കടല വറുത്തതുപോലെ തോന്നിക്കും. രുചിയാണെങ്കിൽ ബീഫ് പോലെയും തോന്നിക്കും. എല്ലാ ബോൾസും ഒരുപോലെ എണ്ണയിലൊന്ന് മൊരിച്ചെടുക്കാം. നമുക്ക് ലാസ്റ്റ് വാങ്ങാറാകുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. എന്നിട്ട് എല്ലാത്തിലേക്കും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും. നമുക്കത് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എനിക്കും ഇഷ്ടമാണ്, എൻ്റെ മോൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ തയ്യാറാക്കി നോക്കൂ. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.